വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 6 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ക്ഷമിക്കാൻ പഠിക്കണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചർച്ചാ വിഷയം. ഈ കർത്തൃപ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് നാം ഇതിനു മുമ്പ് പല അവസരങ്ങളിലും വിചിന്തനം നടത്തിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്ന് വരികിലും ഇന്ന് യേശു ഒരു പ്രത്യേക കാര്യത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്ന മാതിരി അതിനോടനുബന്ധിച്ചുള്ള സന്ദേശം അനുവാചകരിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ക്ഷമിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് യേശുവിന്റെ പ്രത്യേക ഊന്നലായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധ്യമുണ്ടായാലും അവരോട് ക്ഷമിക്കാൻ നാം പഠിക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മോട് ആണ് എന്ന ബോധ്യത്തിലും നമുക്ക് ക്ഷമിക്കാനാകുക എന്നുള്ളത് ഉദാത്തമായിട്ടുള്ള ഒരു ശീലമാണ്. ക്ഷമയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. തന്നോട് തന്നെ ക്ഷമിക്കാനും മനുഷ്യൻ പഠിക്കണം. ഈ പഠനം മനുഷ്യനില്ലെങ്കിൽ ചില അവസരങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾക്ക് ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കാൻ ഇടവന്നേക്കാം. അതുകൊണ്ട് ക്ഷമയുടെ മാനങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ അഭ്യസിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ചുരുക്കത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ക്ഷമിക്കാൻ പഠിച്ചിരിക്കണം. ക്ഷമിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥിക്കാൻ ആവൂ. ക്ഷമിക്കുന്ന മനുഷ്യനെ വളരാനാവൂ. ക്ഷമിക്കുന്ന മനുഷ്യനെ ജീവിതം മഹത്വീകരിക്കാനാവൂ. ഈ ഒരു സന്ദേശം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ അനുവാചകരിലേക്ക് എത്തിക്കുന്നതായിട്ട് നമുക്ക് വിചാരിക്കാം.